കേരള രാഷ്ട്രീയത്തെയും വ്യവസായ ലോകത്തെയും ഒരുപോലെ പിടിച്ചുലച്ച CMRL എക്സാലോജിക് മാസപ്പടി കേസ് അതിന്റെ ഏറ്റവും നിർണായകവും സങ്കീർണവുമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഈ കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ED പിടിമുറുക്കുന്ന കാഴ്ചയാണ് ഒടുവിലായി പുറത്തുവരുന്നത്. SFIO തയ്യാറാക്കിയ കുറ്റപത്രത്തിന്റെ ഭാഗമായ 134 അതിശക്തമായ രേഖകൾ EDക്ക് ലഭിച്ചതോടെ വരും ദിവസങ്ങളിൽ കേരളം കാണാനിരിക്കുന്നത് വലിയ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്കായിരിക്കും. CMRL എന്ന സ്വകാര്യ കരിമണൽ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന IT കമ്പനിക്ക് നൽകാത്ത സേവനങ്ങൾക്ക് പണം നൽകി എന്നതാണ് ഈ കേസിന്റെ അടിസ്ഥാനം. ആദായനികുതി തർക്കപരിഹാര ബോർഡിന്റെ കണ്ടെത്തലുകളിൽ നിന്നാണ് ഈ വിവാദത്തിന്റെ തുടക്കം. CMRL കമ്പനിയിൽ നടന്ന പരിശോധനയിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും പുറമെ വീണ വിജയനും അവരുടെ കമ്പനിക്കും വലിയ തുകകൾ കൈമാറിയതായി കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ എക്സാലോജിക് കമ്പനി CMRLന് യാതൊരുവിധ IT സേവനങ്ങളും നൽകിയിട്ടില്ലെന്നും എന്നാൽ ഇതിന്റെ പേരിൽ കൺസൾട്ടൻസി കരാറുണ്ടാക്കി കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയെന്നും ആരോപണമുയർന്നു. ഈ സാമ്പത്തിക ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് ED ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈ കേസിൽ EDക്ക് ലഭിച്ച ഏറ്റവും വലിയ വിജയമാണ് SFIOയിൽ നിന്നുള്ള 134 നിർണായക രേഖകൾ. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള SFIO നേരത്തെ തന്നെ ഈ കമ്പനികളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വിപുലമായ അന്വേഷണം നടത്തി കുറ്റപത്രം തയ്യാറാക്കിയിരുന്നു. കോടതി ഉത്തരവുണ്ടായിട്ടും സാങ്കേതിക കാരണങ്ങളാൽ ഈ രേഖകൾ EDക്ക് കൈമാറാൻ വൈകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ രേഖകൾ പൂർണ്ണമായും EDയുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞു. CMRL കമ്പനിയുടെ ആഭ്യന്തര അക്കൗണ്ടുകൾ, ഇലക്ട്രോണിക് തെളിവുകൾ, കമ്പനി ജീവനക്കാരുടെ മുൻമൊഴികൾ, ഡിജിറ്റൽ ഒപ്പുകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എന്നിവ ഇതിലുണ്ട്. CMRLും എക്സാലോജിക്കും തമ്മിലുള്ള അവിശുദ്ധ സാമ്പത്തിക ഇടപാടുകളെ കോർത്തിണക്കുന്ന മാസ്റ്റർ കീ ആയിട്ടാണ് അന്വേഷണ സംഘം ഈ 134 രേഖകളെ കാണുന്നത്. ഈ കേസിൽ ED ഇതിനോടകം തന്നെ ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ജൂൺ 17-ന് വീണ വിജയനെ ED ആദ്യമായി ചോദ്യം ചെയ്തിരുന്നു. മണിക്കൂറുകൾ നീണ്ട ആ ചോദ്യം ചെയ്യലിന് എക്സാലോജിക് കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകളെക്കുറിച്ചും CMRLുമായി ഒപ്പിട്ട കരാറുകളെക്കുറിച്ചും ED ചോദിച്ചറിഞ്ഞു. എന്നാൽ പല സുപ്രധാന രേഖകളും ഹാജരാക്കാൻ കൂടുതൽ സാവകാശം വേണമെന്നാണ് അന്ന് വീണ EDയോട് ആവശ്യപ്പെട്ടത്. ആദ്യ ചോദ്യം ചെയ്യലിന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ ED അന്വേഷണം ഊർജിതമാക്കി. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ സ്വകാര്യ ബാങ്കിൽ വീണ വിജയന്റെ പേരിലുള്ള ലോക്കർ ഉൾപ്പെടെ തുറന്ന് പരിശോധന നടത്തി. കൂടാതെ CMRL, എംപവർ, ഇന്ത്യ ക്യാപിറ്റൽ എന്നീ കമ്പനികളുടെ ഡയറക്ടർമാരായ കർത്ത കുടുംബാംഗങ്ങളെയും ED വിശദമായി ചോദ്യം ചെയ്ത് മൊഴികൾ രേഖപ്പെടുത്തി. കരിമണൽ കമ്പനിയിൽ നിന്നും എക്സാലോജിക്കിലേക്ക് പണം ഒഴുക്കിയ വഴി പൂർണ്ണമായും കണ്ടെത്തുകയായിരുന്നു ഈ പരിശോധനകളുടെ ലക്ഷ്യം. ജൂൺ 17-ലെ ചോദ്യം ചെയ്യലിന്റെ തുടർച്ചയായാണ് ഈ നടപടി. ഈ രണ്ടാമത്തെ ചോദ്യം ചെയ്യൽ വീണയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം കഠിനമായിരിക്കുമെന്നാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം EDക്ക് പുതുതായി ലഭിച്ച 134 SFIO രേഖകൾ മേശപ്പുറത്ത് വെച്ചായിരിക്കും ഇനിയുള്ള ചോദ്യം ചെയ്യൽ. കർത്ത കുടുംബങ്ങളും CMRL ഉദ്യോഗസ്ഥരും നൽകിയ മൊഴികളും വീണ നൽകുന്ന വിശദീകരണങ്ങളും തമ്മിൽ ഒത്തുനോക്കും. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യം കണ്ടെത്തിയാൽ അത് വീണയ്ക്ക് വലിയ തിരിച്ചടിയാകും. തങ്ങൾ CMRLന് നൽകിയ IT സേവനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് തെളിയിക്കുന്ന സോഫ്റ്റ്വെയർ കോഡുകളോ പ്രൊജക്ട് റിപ്പോർട്ടുകളോ ഇമെയിൽ ആശയവിനിമയങ്ങളോ ഹാജരാക്കാൻ വീണ നിർബന്ധിതയാകും. ഇല്ലാത്ത പക്ഷം വാങ്ങിയ പണം വെറും മാസപ്പടി മാത്രമായിരുന്നുവെന്ന ആരോപണം നിയമപരമായി ഉറപ്പിക്കാൻ EDക്ക് കഴിയും. 2024-ൽ അന്വേഷണം ആരംഭിച്ച ഈ കേസിൽ ഇതുവരെ ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്താൻ ED മുതിർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നീക്കങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് ഏജൻസി ആസൂത്രണം ചെയ്യുന്നത്. ED ഡയറക്ടർ രാഹുൽ നവീൻ നേരിട്ടാണ് ഈ കേസിന്റെ പുരോഗതി ഡൽഹിയിലിരുന്ന് വിലയിരുത്തുന്നത്. ജൂൺ 29-ലെ ചോദ്യം ചെയ്യലിന് ശേഷം ED എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ചോദ്യം ചെയ്യലിനോട് വീണ പൂർണ്ണമായി സഹകരിക്കാതിരിക്കുകയോ തെളിവുകൾ മറച്ചുവെക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനായി അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാൻ EDക്ക് നിയമപരമായ അധികാരമുണ്ട്. എന്നാൽ ഒരു മുൻ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിലും പ്രതിപക്ഷ നേതാവിന്റെ മകളെന്ന നിലയിലും കൃത്യമായ തെളിവുകളോടെയും ഡൽഹിയിൽ നിന്നുള്ള പച്ചക്കൊടിയുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ അത്തരം വലിയ തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഈ കേസ് കേവലം ഒരു സാമ്പത്തിക ഇടപാട് എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നതാണ്.